ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി പയ്യെ രാവിലെ എഴുന്നേൽക്കുവാണ് കേട്ടോ. എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് അടുക്കള രേവതി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് മുറിയിൽ ഒച്ച കേട്ടിട്ട് മുകളിലോട്ട് ചെല്ലുവാണ് കേട്ടോ. ചെല്ലുമ്പോഴേക്കും സച്ചി അവിടെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് സച്ചിയോട് പറയും, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങളവിടെ നിന്നേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും മുമ്പ് വെച്ച് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അതേപോലെ സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാനിത് മറച്ചു വെച്ചപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടോ കേട്ടോ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഞാനത് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, നിങ്ങൾ ആ ഗജാനത്തിനെ പോയി തല്ലി കൊല്ലുകയല്ലായിരുന്നു എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ചൂടായി ചോദിക്കുമ്പോഴേക്കും തിരിച്ച് സച്ചി ചോദിക്കുവാണ്, നീ മറച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ തെറ്റിയതുപോലെയാണല്ലോ നിൻ്റെ സംസാരം എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, എനിക്കതിൽ നിങ്ങളുടെ കാര്യം കൂടെ നോക്കണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ, ഇപ്പം നിങ്ങളെ മാത്രം വിശ്വസിച്ച് കയറി വന്ന പെണ്ണ ഞാൻ, എൻ്റെ ജീവിതം എന്താണെന്നും കൂടെ നിങ്ങൾ ഓർക്കണം എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കയറി വന്ന അവസ്ഥ അത് നിങ്ങൾക്ക് എന്താണെന്നറിയോ, നിങ്ങളെല്ലാവരും മുമ്പേ വെച്ച് എന്നെ എന്തൊക്കെ പറഞ്ഞു, എനിക്കൊരു വില തന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഈ വീട്ടിൽ ഒരു വിലയും തരുവേല, എല്ലാവരും എന്നെ പുച്ഛിക്കത്തേ ഉള്ളൂ, എനിക്കെല്ലാവരുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, പക്ഷെ വൈകുന്നേരം വരെ ഈ വീട്ടിലെ പലരെയും ഞാൻ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കും ചെറുതായിട്ട് വിഷമം വരുവാണ്. സച്ചി മുറിയിൽ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാണ് കേട്ടോ. വെള്ളെത്തുമ്പോൾ രവീന്ദ്രൻ പറയും, പൊതുവെ ആരോടും ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കാത്ത രേവതി ഇന്ന് ഒച്ച ഉയർത്തി, എല്ലാവരോടും എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് തർക്കിക്കുന്ന നീ ആ മുറിയിൽ രേവതി പറഞ്ഞതും കേട്ടും മിണ്ടാതെ നിന്നു, അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലായില്ലേ ആരുടെ ഭാഗത്താണ് തെറ്റുന്നതെന്ന് ചോദിക്കും കേട്ടോ. സച്ചി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയും, ഇനി ഒരിക്കലും ഇങ്ങനെ ഇന്നലെ കയറി വന്ന പോലെ വന്നേക്കരുതെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മീരയോട് ശ്രുതി ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, അത്രയും ചെറിയൊരു കാര്യം പറഞ്ഞില്ല എന്നും പറഞ്ഞാണ് അവൻ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പോൾ ഇതിലും വലിയ കാര്യങ്ങൾ മറച്ചു വെച്ചേക്കെന്ന് അറിഞ്ഞു കഴിയുമ്പം സച്ചി ആ വീട് മറച്ചു വെക്കുമെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ ശ്രുതി. ആ സമയത്ത് ശ്രുതി അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഓഫീസ് ടൈമല്ലേ, എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ ഇങ്ങ് വാ, നിന്നെ കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും മീര പറയണം, അത് പറ്റില്ല, ഞാൻ ഇവളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും, ലഞ്ച് പുറത്തുനിന്ന് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യുമെന്ന് ദേഷ്യപ്പെട്ട് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മീരയോട് ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. വെള്ളെത്തുമ്പോഴേക്കും ശ്രുതി ഒരു കാറ് കാണിച്ചിട്ട് പറയാം, അത് നോക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇതാണോ സർപ്രൈസ്, ഇത് നീ മേടിച്ചോ, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നിനക്ക് എന്തായാലും ഇത് മേടിക്കാൻ പറ്റില്ലോ, സത്യം പറയാമെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, മേടിച്ചല്ല, ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയ വണ്ടിയാണ്, നിന്നെ ഒന്ന് കയറ്റണം തോന്നി, സൂപ്പർ വണ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ അവർ ഫുള്ളൊരു ഡ്രൈവിനൊക്കെ പോവാണ് കേട്ടോ. കുറേ നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സന്തോഷം കൊണ്ട് ശ്രുതിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ കരിക്ക് കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കുവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് ശ്രുതി ഇപ്പോൾ വർക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, എനിക്ക് ഈ ഫീൽഡിൽ ഒത്തിരി നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇവിടെ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനില്ല, വണ്ടികളെപ്പറ്റി തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രുതി പറയുക, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജോലിയില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ആണെങ്കിലും ശ്രുതിയുടെ അനിയന് ശ്രുതിയെ ഒരു വിലയില്ല, എന്താ അതിന് കാരണം എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ശ്രുതി തിരിച്ചു പറയുക, അതെന്താ, എനിക്ക് അവനേക്കാളും ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് ഡിഗ്രി ഉണ്ട്, പിന്നെ സൗന്ദര്യമുണ്ട്, അതുകൊണ്ടൊക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അതൊക്കെ ശരിയാണ്, പക്ഷേ അവൻ്റെ വാക്കിനാണ് വീട്ടിലെ വില, കാരണം അവനാണ് അധ്വാനിച്ച് കുടുംബം നോക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ ശ്രുതി ഇച്ചിരി ചമ്മി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതി പറയുകയാണ്, രേവതിയുടെ മുമ്പിലാണെങ്കിൽ പോലും എനിക്കൊരു വില ഉണ്ടാവുകയില്ല, ശ്രുതി പണിക്ക് പോയില്ലെങ്കിൽ, ശ്രുതി വീട്ടിലോട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവളുടെ മുമ്പിൽ പോലും ഞാൻ നാണം കെട്ട് നിൽക്കേണ്ടി വരും, ആരുടെയും മുമ്പിൽ എനിക്കൊരു ബഹുമാനം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ശ്രുതി പണിക്ക് പോകണമെന്ന് പറയുവാണ് കേട്ടോ. ഈ ജോലി ഒരു കാരണവശാലും വിട്ട് കളയരുതെന്ന് പറയുകയാണ്. അതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.